നമസ്കാരം, എല്ലാവർക്കും വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 9-ാം തീയതി ഞാനിട്ട വീഡിയോയ്ക്ക് എനിക്ക് വ്യക്തിപരമായി കുറച്ച് ആൾക്കാർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അയച്ചിരുന്നു. അതിന് മറുപടി ഞാൻ തരാം എന്ന് എൻ്റെ തൊട്ട് മുമ്പത്തെ 2 വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ നേരിട്ട് കിടക്കുകയാണ്. ഒന്നാമത്തത്, ഒരു ഡീലർഷിപ്പിൽ വാഹനം പ്രദർശിപ്പിക്കുന്നതിന് TCRന്റെ ആവശ്യം ഉണ്ടോ? TCRന്റെ ആവശ്യം ഇല്ല എന്നുള്ളത് കഴിഞ്ഞ 9-ാം തീയതിയിലത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായി പ്രതിപാദിച്ചിരുന്നു. എന്നിട്ടും ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒന്നും കൂടെ ഈ പറയുന്നത്. ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഷോറൂമുകൾ പ്രദർശിപ്പിക്കുന്നതിന് ഒന്നിൽ കൂടുതൽ TCRന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഒരു TCRന്റെയും ആവശ്യം ഷോറൂമുകൾ വാഹനം പ്രദർശിപ്പിക്കുന്നതിന് ആവശ്യമില്ല. TCR എന്തിന് എന്ന് ചോദിച്ചാൽ, 1 വാഹനം രജിസ്റ്റർ ചെയ്യാനും, 2 വാഹനം അൺലോഡ് ചെയ്ത് അതാത് യാർഡിലേക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമറെ കാണിക്കാൻ കൊണ്ടുപോകുന്നതിനോ മതി. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ TCRന്റെ ആവശ്യകതയും അതിനനുസരിച്ച് ബിസിനസ്സും ഉള്ള സ്ഥാപനങ്ങൾ ഒന്നിൽ കൂടുതൽ TCR എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, അത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഷോറൂമുകൾ 5 വാഹനം ഇടുന്നതിന് 5 TCRന്റെ ആവശ്യമില്ല, TCR പ്രദർശിപ്പിക്കേണ്ടതുമില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ജില്ലയിൽ ഡീലർഷിപ്പ് ഇല്ലെങ്കിൽ മറ്റൊരു ജില്ലയിൽ TCRൽ വാഹനം കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് കസ്റ്റമറെ കാണിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. TCR എന്നുള്ളത് ഓൾ ഇന്ത്യയിൽ എവിടെയും വാഹനം കൊണ്ടുപോകാം, കസ്റ്റമറെ കാണിച്ച് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് TCRന്റെ ഉപയോഗം. അത് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ 401 മുതൽ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്യാൻ പറയാം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുള്ളവർ ഞാൻ മെയിൽ ID ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അതിലോട്ട് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യക്തമായ മറുപടി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വ്യക്തിപരമായി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡീലർഷിപ്പ് ഇല്ലാത്ത, ഇപ്പം കേരളത്തിൽ ഒരു ഡീലർഷിപ്പ് ഉള്ള ആൾക്ക് കേരളത്തിൽ മുഴുവൻ വാഹനങ്ങൾ കൊണ്ടു നടന്ന് കസ്റ്റമറെ കാണിക്കാനായിട്ട് TCRൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കിയിൽ ഡീലർഷിപ്പ് ഇല്ലാത്ത, ഇപ്പം ഏതെങ്കിലും ഒരു എറണാകുളത്തെ ഡീലർഷിപ്പിൽ നിന്ന് വാഹനം അവിടെ കൊണ്ട് കസ്റ്റമറെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ TCRൽ ഫോം 19 ഫില്ല് ചെയ്ത് ഡീലർഷിപ്പിലെ സ്റ്റാഫ് തന്നെ ഓടിച്ച് അവിടെ കൊണ്ടുപോയി കസ്റ്റമറെ കാണിച്ച് തിരിച്ച് വാഹനം കൊണ്ടുവരുന്നതിന് ഒരു തരത്തിലുള്ള നിയമ തടസ്സമില്ല. അവിടെ ഒരു RTO നിങ്ങളെ കൈ കാണിച്ച് ഫൈൻ അടിക്കുകയില്ല. ഇത്രയും ചോദ്യങ്ങളായിരുന്നു എന്നോട് ചോദിച്ചിരുന്നത്. ഇനി ഇതിൽ കൂടുതൽ ചോദ്യങ്ങളുള്ളവർ കമന്റ് ബോക്സിൽ ദയവായി ഇടുക. അതുമല്ല, വ്യക്തിപരമായി നിങ്ങളുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് വരുന്നതാണ്, അത് പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ മെയിൽ ID കൊടുക്കാം. ആ മെയിലിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വയറീസ്, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും സഹായം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. കൃത്യമായി അതിന് മറുപടി തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന നിയമപരമായ വിവരങ്ങൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് ഞങ്ങളുടെ